ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഡെയിലി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അല്പം തേങ്ങയും ഇഞ്ചിയും ചുവന്നുള്ളി, അല്പം പുളിയും വേപ്പിലയും ഉണക്കമുളകും എല്ലാം കൂടി ഒന്ന് മീഡിയം തീയിലിട്ട് 5 മിനിറ്റ് വറുത്തതിന് ശേഷമാണ് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വറുത്തുമ്പോൾ ഞാൻ വഴറ്റി എൻ്റെ പച്ചമുളകൊക്കെ മാറ്റി. പിന്നെ ഇവിടെ ചമ്മന്തി ഉണക്കമീനുമാണ്. ചുട്ട ചമ്മന്തിയും ഉണക്കമീനുമാണ് ഇന്നത്തെ കഞ്ഞിയുടെ വിഭവങ്ങൾ. കഞ്ഞി ഇവിടെ ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഉഴുത് ഞാൻ വറുത്ത് വെച്ചതാണ്. ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് വെച്ചത്. ഉണക്കമീൻ പാക്കറ്റ് വാങ്ങിച്ചിട്ടൊന്ന് കഴുകിയെടുത്തിട്ടാണ് പിന്നെ അരപ്പൊക്കെ പുരട്ടിയത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് കഴിഞ്ഞതിന് ചായ എണ്ണയിലേക്ക് തന്നെ 2-3 ചുവന്നുള്ളി തിളച്ചത് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്നും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടെടുക്കാം. കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതും കൂടി ഒന്ന് അരച്ചെടുക്കും. ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അതേ ചമ്മന്തി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉണക്കമീൻ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇട്ട് കഞ്ഞി ഇവിടെ തിളച്ച് അത് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. വെണ്ടയ്ക്ക മോന് സ്കൂളിൽ കൊടുത്തു വിടാൻ തന്നെ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് വറുത്തെടുക്കുകയാണ്. സവാള ഇപ്പോൾ ഇട്ടിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അവസാനം ഇത് വറുത്ത് കോരിക്കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ കുറച്ച് സവാളയും കൂടി മൂപ്പിച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ മോർണിംഗ് വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.